ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്ര സെലക്ഷൻ ഉണ്ടെങ്കിലും അതൊന്നും ഇഷ്ടപ്പെടാത്ത ആളാ ഈ സഹദേവേട്ടൻ. സെലക്ട് ചെയ്യുമ്പോ ഏറ്റവും നല്ലത് എന്നെ സെലക്ട് ചെയ്യണ്ടേ അച്ഛാ? ആ അത് ശരിയാ. എന്നെ അങ്ങനെ സെലക്ട് ചെയ്തതല്ലേ നിന്റെ അച്ഛൻ. മനുഷ്യനല്ലേ, ഇടയ്ക്കൊക്കെ തെറ്റ് പറ്റാം. മോളെ പല്ലവി, ഒന്നിങ്ങി വന്നേ. ഇതാണോ നീ സെലക്ട് ചെയ്ത് മാറ്റാൻ കൊടുത്ത ഡിസൈൻ? ഒന്ന് നോക്കി. ഇരിക്ക്. ദാ നോക്ക്. അതെ, ചേച്ചി സെലക്ട് ചെയ്തത് പഴയ രീതിയിലുള്ളതാ. അതൊക്കെ ഇട്ട് ഞാൻ നിൽക്കുന്നത് എന്റെ ഫ്രണ്ട്സ് കണ്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതൊക്കെ ഒരാളുടെ ഇഷ്ടവും കംഫർട്ടും ഒക്കെ നോക്കി തന്നെയാ. പക്ഷെ നമ്മുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ ആവുമ്പോ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനില്ലേ? അത് ശരിയാ മോളെ. കാലം മാറിയെങ്കിലും നമ്മൾ നമ്മളെ രീതികൾ മാറ്റണമെന്നില്ല. നിങ്ങൾ എല്ലാരും കൂടി ഉപദേശിച്ച് എന്റെ മനസ്സ് മാറ്റാനൊന്നും നോക്കണ്ട. എന്തൊരു കഷ്ടോ ഇത്. ഇഷ്ടമുള്ളവരും ഡ്രസ് ഇടാൻ പോലും ഈ വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലേ? അങ്ങനെയല്ല. ആളുകൾ നമ്മളെ ഒരു ഫംഗ്ഷനിൽ കാണുമ്പോ നമ്മുടെ അപ്പിയറൻസ് നോക്കി വിലയിരുത്തും. അത്തരം സമയങ്ങളിൽ നമ്മൾ ട്രഡീഷണൽ ആയി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നുവെച്ച് നമ്മുടെ പഴയ രീതികൾ വേണമെന്നൊന്നുമല്ല, കുറച്ച് എലഗന്റ് ആയി ഡ്രസ് ചെയ്യണം. ചേച്ചിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താന്ന് വെച്ച് ചെയ്തോ, പക്ഷെ എന്നെ എന്റെ ഇഷ്ടത്തിന് വിടണം. നീ എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നീ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയ ഒരു ഡ്രസ് ഇട്ട് നമ്മുടെ ഫാമിലി ഫംഗ്ഷനിൽ നിന്നാ അത് മോശമായിട്ട് തോന്നും. അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യരുതെന്ന് പൂർണിമ പറയുന്നത്. പൂർണിമ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. നീ വേറെ അഭിപ്രായം ഒന്നും പറയണ്ട കേട്ടോ. പറ്റില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എനിക്കിഷ്ടമുള്ളതേ ഞാൻ ഇടും. അതിനെതിരെ പറയാൻ ആരും വരണ്ട. ആഹാ, അത്രയ്ക്ക് അഹങ്കാരം കൊള്ളത്തില്ലല്ലോ. അയ്യോ, ഇവിടെ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന പൂർണിമയാ. നീ വെറുതെ അതിനെതിരെ പറയാൻ നിൽക്കാതെ മര്യാദക്ക് പൂർണിമ എടുത്ത് സോറി പറഞ്ഞിട്ടേ പൂർണിമ സെലക്ട് ചെയ്ത ഡ്രസ് ഇടണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നീ എന്തായി കാണിക്കുന്നത്? സഹദേവേട്ടാ, അയ്യോ, സഹദേവാ വേണ്ട. ചെറിയച്ച പൂർണിമയുടെ സോറി പറഞ്ഞേ. സോറി. നീ സോറി പറയുന്നുണ്ടോ? നിനക്ക് വേണ്ട. സോറി. എന്താ എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? മോളെ എന്താ എന്താ സഹദേവ ഇത്? കൊച്ചുമോളോട് തന്നെ പോയി ചോദിക്കും. മോളെ മോളെ. പല്ലവി, മോളെ. അവളെ തല്ലേണ്ടിയിരുന്നില്ല. കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാ പോരായിരുന്നോ? വൃത്തിക്ക് അവൻ കല്യാണം കഴിക്കേണ്ട പെണ്ണിനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു. പിന്നെയാ പല്ലവിക്ക് ഡ്രസ്. എന്റെ കൊച്ചിനെ ഞാൻ ഇന്ന് വരെ തല്ലിയിട്ടില്ല. ഇന്ന് അതും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇതിനെല്ലാം ആ പൂർണിമയെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. ചേച്ചി
ദേ ചേച്ചിക്ക് വന്നതാ. എനിക്കോ? ആ അതെ. എന്തോ ഫംഗ്ഷനുള്ള ഇൻവിറ്റേഷനോ മറ്റാണോന്ന് തോന്നുന്നു. എന്താണെന്ന് നോക്കിയില്ലേ നീ? ഇല്ല, അത് ശരിയല്ലല്ലോ. ചേച്ചിക്ക് വന്നത് ചേച്ചി തന്നെ വേണ്ടേ നോക്കാൻ. പിന്നെ അടിപൊളി ഫംഗ്ഷൻ വല്ല ആണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോണേ. എനിക്കൊരു വ്ളോഗ് എടുക്കാലോ. ചേച്ചിക്ക് ചിരിക്കാം. ഓരോ കണ്ടന്റ് ഉണ്ടാക്കാനേ ഞാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയൂ. ആ ശരി ശരി. ആദ്യം ഇതെന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ നോക്കിക്കോ നോക്കിക്കോ, ഞാനൊരു ശല്യാവുന്നില്ല. ബൈ. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു ജേർണലിസ്റ്റ് അയാളുടെ ജീവൻ പണയം വെച്ചാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് നടത്തുന്നത്. അയാൾക്ക് ഇതിൽ നിന്നും സ്വന്തം സംതൃപ്തി അല്ലാതെ മറ്റൊരു ലാഭമില്ല. പണമോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ അയാൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ അയാളെ എക്സ്പോസ് ചെയ്യണം. നിങ്ങൾക്ക് എന്താ ഇത്ര വാശി? ഇത് വാശിയൊന്നുമല്ല. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് അങ്ങേറ്റം ബഹുമാനമേ ഉള്ളൂ. അദ്ദേഹത്തെ എക്സ്പോസ് ചെയ്യാൻ ഇവിടെ ആരും ശ്രമിക്കുന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഇൻഫർമേഷൻ മാത്രമാണ്. അത് സ്പെഷ്യൽ പോലീസിന് വേണ്ടിയാണ്. അവർക്കാർക്കും നിങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കാൻ സാധിക്കില്ല. അതാ ഞങ്ങൾ വന്നത്. എല്ലാ പൗരന്മാർക്കും രാജ്യത്തോട് ചില കടപ്പാടൊക്കെ ഇല്ലേ? സഞ്ജയ് വിചാരിച്ച ആളെ കണ്ടെത്താനും അതിലൂടെ പോലീസിനെ സഹായിക്കാനും രാജ്യത്തെ രക്ഷിക്കാനും സാധിക്കും. ഒന്ന് ട്രൈ ചെയ്തൂടെ? നോക്കൂ, ആളെ കണ്ടെത്തി പോലീസുമായി സഹകരിക്കാൻ തയ്യാറായാൽ അതൊരു വലിയ നേട്ടമായിരിക്കും. ഓക്കെ, ഞാൻ ശ്രമിക്കാം. അത് മതി. സഞ്ജയെ കൊണ്ട് അത് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതെ, ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ആഹാ, അപ്പൊ മോൾ ഉറങ്ങിയിട്ടില്ലായിരുന്നോ? എന്താ ഉറങ്ങാത്തെ? എന്താ മോക്ക് എന്നോട് പറയാനുള്ളത്? പറ പറ.